പ്രിയപ്പെട്ട മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികളെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പരീക്ഷയ്ക്കായിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ എവിടെ വരെയായി? PSCയുടെ വാർഷിക പരീക്ഷാ കലണ്ടർ പുറത്തു വന്നിട്ടുണ്ട്. 2025 ആനുവൽ കലണ്ടർ പ്രകാരം അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് 2 അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന്, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളത്തിലെ സർവകലാശാലകളിലേക്കുള്ള മെക്കാനിക്കൽ നിയമനം. രണ്ടാമത്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മെക്കാനിക്കൽ നിയമനം. ഈ 2 പരീക്ഷകൾക്കായിട്ടും നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ പരീക്ഷ വരുന്നത് ആക്ച്വലി അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള നിയമനം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങളിൽ ഒന്നിൽ നടക്കാമെന്നുള്ളതാണ് PSC അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മെക്കാനിക്കലിന്റെ പരീക്ഷ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസങ്ങളിൽ ഒന്നിൽ നടക്കാമെന്നാണ് PSC അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന് മെക്കാനിക്കലിന് പുറമെ മൈനിങ് എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഈ 2 വിങ്ങുകാർക്ക് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും 2 പരീക്ഷകളായിട്ട് നടക്കാനാണ് സാധ്യത. ഒരു പക്ഷേ ഗ്രൗണ്ട് വാട്ടറിന്റെ സിലബസിൽ ചിലപ്പോൾ കുറച്ച് അഗ്രികൾച്ചറിന്റെ ഭാഗങ്ങളിലൂടെ കുറച്ച് കയറി വന്നേക്കാം. പക്ഷേ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ തന്നെയാണ് 2ന്റെയും പോസ്റ്റ്. ഒരു പക്ഷേ ചിലപ്പോൾ ക്ലബ് ചെയ്ത് നടത്തിയേക്കാം. അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. എന്താണെങ്കിലും 2 സ്ലോട്ടുകളിലായിട്ടാണ് PSC ഈ 2 പരീക്ഷകൾ ഇട്ടിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഓഗസ്റ്റ് വരെ നമുക്ക് പഠിക്കാൻ സമയം കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 7-8 മാസം ഇനിയും നമ്മുടെ മുന്നിലുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ തസ്തികയിലേക്ക് എത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ കുറച്ച് വേക്കൻസി വരാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് ഈ പറഞ്ഞ തസ്തികയാണ് യൂണിവേഴ്സിറ്റിയിലെ മെക്കാനിക്കൽ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്നുള്ള നിലവിൽ മെക്കാനിക്കലുകാർക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകൾ കുറവാണ്. ആക്ച്വലി വാട്ടർ അതോറിറ്റിയിലൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാതെ പ്യുവറായിട്ട് മെക്കാനിക്കലിൽ വരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകൾ മറ്റ് സിവിലായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ഇത്തരം പരീക്ഷകൾ നിങ്ങൾ വിട്ടുകളയാതെ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലേക്കും ഗ്രൗണ്ട് വാട്ടർ ഇത് 2 ക്ലബ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് വേക്കൻസികൾ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. ജോലി നേടാനായിട്ട് സാധിക്കും. അതും ഏറ്റവും മികച്ച ജോലി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലി തന്നെ നേടാനായിട്ട് സാധിക്കും. I+ ഈ പരീക്ഷകൾക്കായിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്. 100 കണക്കിന് കുട്ടികൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. മുൻപ് നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷകൾ 1ാം റാങ്ക് ഉൾപ്പെടെ നമ്മൾ നേടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതേ കോഴ്സുകളിൽ അതേ നിലവാരമുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. വീഡിയോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗൂഗിൾ ഫോം ഉണ്ട്. അവിടെ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ, കോഴ്സിന്റെ വിശദാംശങ്ങൾ അറിയാം. അല്ലെങ്കിൽ നമ്പറുകളിൽ വിളിക്കാം. കോഴ്സിന്റെ ട്രയൽ ക്ലാസ്സുകൾ കാണാനുള്ള ലിങ്കും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഒരു 8 മാസം നമ്മുടെ മുന്നിലുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ, നമ്മുടെ കോഴ്സിലേക്ക് ആണെങ്കിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ നൽകിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ സ്വന്തമായിട്ടാണ് പഠിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പോലും സിസ്റ്റമാറ്റിക് ആയിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഇതാണ് ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. 8 പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഈ 8 പാഠഭാഗങ്ങൾക്കായിട്ടൊരു 7 മാസം നമ്മൾ മാറ്റിവെക്കുക എന്ന് വിചാരിച്ചോ. ബാക്കി അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ റിവിഷൻ നടത്തിക്കൊണ്ടേ ഇരിക്കണം. ബാക്കിയുള്ള സമയം ഫുൾ ലെങ്ത് റിവിഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടും. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 12 മാർക്കിനുള്ള ഭാഗമായിട്ട് നമ്മുടെ മെക്കാനിക്കലിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കും. തെർമോഡൈനാമിക്സ് ഡീപ്പായിട്ട് തന്നെ, ഇതെല്ലാം അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവലാണ്. ദാറ്റ് മീൻസ് പരീക്ഷയുടെ നിലവാരം ഉയർന്നു വരുന്നുണ്ട്. ഗേറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ അതിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ നോക്കണം. നമ്മുടെ കോഴ്സിലും അതേ സ്ട്രാറ്റജി തന്നെയാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, അതിൽ നിന്നും 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ന്യൂമറിക്കൽസ് ഉൾപ്പെടെ നോക്കണം കേട്ടോ. ആ തിയറി മാത്രം പഠിച്ചു പോയാൽ പോരാ. കാരണം നമുക്കറിയാം, ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്, അവിടെ നിന്നും 12 മാർക്കിനുള്ള ചോദ്യങ്ങൾ, 12 ചോദ്യങ്ങൾ ഉണ്ടാവും. തെർമൽ എഞ്ചിനീയറിംഗിൽ 14 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹീറ്റ് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെർമൽ എഞ്ചിനീയർ, റെഫ്രിജറേഷന്, സൈക്രോമെട്രി ഒക്കെ നമുക്ക് ഈ തെർമൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്, വൈബ്രേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. 14 ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്നുണ്ടാവും. തിയറി ഓഫ് മെഷീൻസ് ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നുണ്ടാവും. അത്യാവശ്യം വലിയ മൊഡ്യൂൾ തന്നെയാണ്. പ്രൊഡക്ഷൻ ടെക്നോളജി, നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ് ആണ് മെയിനായിട്ട് വരുന്നത്. അതിൽ നിന്ന് 12 ചോദ്യങ്ങളുണ്ടാവും. കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. മെഷീൻ ടൂൾസ് നമുക്ക് പഠിക്കാറുണ്ട് ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന്റെ കീഴിൽ. ലാസ്റ്റ് മൊഡ്യൂൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, പ്യൂർലി തിയറി ആണ്. നിങ്ങൾക്ക് ഇതും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കൽ ബിടെക് കാലയളവിൽ പഠിച്ച കോറായിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു.
എത്തിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട് എന്നുള്ളതാണ് വസ്തുത. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കുക. അതിനുശേഷം പരീക്ഷയോടനുബന്ധിച്ച് പതുക്കെ 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 സമയം ഇൻക്രീസ് ചെയ്ത് വരിക. ഇടവിട്ട് അതായത് ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിവിഷൻ, 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം 2 മൊഡ്യൂളിലെ റിവിഷൻ, 3 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത ആദ്യം 3 മൊഡ്യൂളുകളുടെ റിവിഷൻ, അതോടൊപ്പം തന്നെ PYQ ഡിസ്കഷൻസ്, അതേപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് പരമാവധി വർക്കൗട്ട് ചെയ്യുക. ഇതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊന്നും വേണ്ട, നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. റാങ്ക് നേടിയവരാരും എക്സെപ്ഷണൽ ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികളൊന്നും ആയിരുന്നില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച ആളുകൾ തന്നെയാണ് ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ തവണത്തെയൊക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ക്രാക്ക് ചെയ്ത് സർവീസിലിരിക്കുന്നത്. അപ്പൊ കൺസിസ്റ്റന്റ് ആയി പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താൻ സാധിക്കും. അതിന് കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും i+ നിങ്ങൾക്കൊപ്പമുണ്ട്. വീഡിയോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച്, ഈ വീഡിയോ കാണുന്ന ആളുകൾക്കെല്ലാം കൺസിസ്റ്റന്റ് ആയി പഠിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.